ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് കാത്തു. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടുള്ള തീയലാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ചേമ്പിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ബ്രൗൺ കളറിലുള്ള സ്കിന്നൊന്ന് മാറ്റിക്കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ആ നടുക്കുന്നും കൂടി ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്കിനി ഇത് നീളത്തിനൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഞാൻ ഇത് വേവിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൺകലമാണ്. അതിലിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ തണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് നീളത്തിന് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു പാത്രം ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഒരു തേങ്ങയുടെ പകുതി തിരികെ ഇതിട്ട് കൊടുക്കാം. ഈ തേങ്ങ ഒന്നിന് വറുത്ത് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ട് കണ്ടില്ലേ, കളർ മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയമാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുന്നത്. ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ നെല്ലിക്ക വലിപ്പത്തിൻ്റെ പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ പൊടികളും തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 3 ചെറിയുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ പകുതി ജീരകം, ഒരു 1/4 ടീസ്പൂണോളൊക്കെ ഇട്ട് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇതുവരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുവരെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി മിക്സിയിലെ ജാറിലേക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ചേമ്പിൻ്റെ തണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ വേണം പൊടിച്ചെടുക്കേണ്ടത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച ആ മിക്സിയിലെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സാക്കി ഒഴിച്ചു കൊടുക്കാം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ചേമ്പിൻ തണ്ട് വെച്ചിട്ടുള്ള തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.